പോലീസിനെതിരെ ഉയരുന്നു എന്നുള്ളതാണ്. പി.ജിയിലെ പോലീസ് മർദ്ദനത്തിലും നടപടിക്ക് സാധ്യതയുണ്ട്. മർദ്ദിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്തേക്കുമെന്നാണ് അറിയുന്നത്. ഹോട്ടൽ ഉടമയെയും മകനെയും മർദ്ദിച്ച സംഭവത്തിലാണ് നടപടിക്ക് സാധ്യത. കുന്നംകുളം മർദ്ദനത്തിൽ 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. ഡാനി പോളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, പി.ജിയിലെ സംഭവത്തിൽ വ്യക്തമായ തെളിവടക്കമാണ് ഇപ്പോൾ ഈ കേസിൽ ഹാജരാക്കിയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ അത് സ്റ്റേഷനിലെയും പിന്നീട് കൈക്കൂലി കൊടുക്കുന്നതിന്റെയും വീട്ടിലെ ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. നടപടി വൈകില്ല എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത്. കാരണം ഇത്രമേൽ ശക്തമായ തെളിവുകൾ വരുന്നു. അത് മാത്രവുമല്ല, ഈ അടുത്തിടെ ഉണ്ടായ സംഭവങ്ങൾ ഇപ്പോൾ കുന്നംകുളമായാലും ഇപ്പോൾ അതിനെ തുടർന്ന് തൃശ്ശൂരിൽ തന്നെ പീച്ചിയിലുണ്ടാകുന്ന സംഭവങ്ങൾ, ഇതെല്ലാം ഈ പോലീസ് സേനയ്ക്ക് തന്നെ ആഭ്യന്തര വകുപ്പിന് തന്നെ ആകെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ നടപടികൾ വെച്ച് വൈകിപ്പിക്കുന്നത് അത് സർക്കാരിനെതിരെ തന്നെ വളരെ കൃത്യമായി തിരിയുന്ന രാഷ്ട്രീയ ആയുധമാകും എന്നതിൽ സംശയമൊന്നുമില്ല. ആ തിരിച്ചറിവ് സർക്കാരിനുമുണ്ട്. അതുകൊണ്ട് ഉടനടി നടപടികൾ എന്ന രീതിയിലേക്ക് പോകുക. മാത്രവുമല്ല, ഇത്തരം രംഗങ്ങൾ ഇതെല്ലാം തന്നെ ഏതൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ആവർത്തിക്കപ്പെടുന്നു. ഈ CCTV ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു എന്ന തലവേദനയുമുണ്ട്. അതുകൊണ്ട് നടപടികളിലേക്ക് തന്നെ വൈകാതെ കടക്കുമെന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പീച്ചി സംഭവത്തിൽ പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വിവരാവകാശ രേഖകൾ കിട്ടാൻ അയാൾ KP ഔസേപ്പ് എന്ന് പറയുന്ന പരാതിക്കാരൻ തന്നെ പലതവണ ഈ വിവരാവകാശ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ സമീപിക്കുന്നു. കിട്ടാതെ വന്നപ്പോൾ ഹൈക്കോടതി അടക്കം സമീപിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയും ചെയ്തു. അവിടെ ഈ കേസ് പുനരന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇപ്പോൾ കോടതി മേൽനോട്ടത്തിൽ, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണത്തിലുള്ള നടപടികളിലേക്ക് അടക്കം കടന്നിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അത് കൂടുതൽ ഭവിഷ്യത്തുകൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ ഒരു തിരിച്ചറിവ് സർക്കാരിനുമുണ്ട്. അതുകൊണ്ട് കൂടുതൽ തിരിച്ചടികൾ ലഭിക്കും മുൻപ് തന്നെ മുഖം രക്ഷിക്കുക എന്ന രീതിയിലേക്ക് നീങ്ങുവാനായിട്ട് സർക്കാർ നിർബന്ധിതമാവുകയാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് വൈകാതെ ആ രീതിയിലുള്ളൊരു ശുപാർശകൾ അടക്കമുണ്ടായേക്കും. ഒപ്പം അന്ന് സ്വീകരിച്ച നടപടികൾ എന്തായിരുന്നുവെന്ന്, അന്ന് കമ്മീഷനായിരുന്ന അഞ്ജിത് അശോകൻ അടക്കമുള്ള ആളുകൾക്ക് ഇദ്ദേഹം ഈ ഔസേപ്പ് പരാതിക്കാരൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലഭ്യമാക്കിയിരുന്നു. തനിക്ക് ലഭ്യമായ ഈ വിവരങ്ങളടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് പരാതി അദ്ദേഹം പറയുന്നത് 5 ഷീറ്റ് പരാതി എഴുതി നൽകിയതാണ്. കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് തന്നെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അന്ന് കൈക്കൂലി വാങ്ങിയ ആൾക്കെതിരെ പേരിനൊരു നടപടി എടുത്ത് അവസാനിപ്പിച്ചു എന്നല്ലാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് പേരിന് പോലും അന്വേഷണം എത്തിയില്ല എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അന്ന് സ്വീകരിച്ച നടപടികൾ എന്തായിരുന്നു, അല്ലെങ്കിൽ എന്താണ് ഈ നടപടികളിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കാനുള്ള കാരണം എന്താണ്, അത് ഏത് രീതിയിലുള്ളൊരു അന്വേഷണമായിരുന്നു നടത്തിയത്, ആരിൽ നിന്നെല്ലാം ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ മൊഴികളെടുത്തു, എന്തുകൊണ്ട് പിന്നീട് ഇദ്ദേഹത്തിന് പ്രൊമോഷൻ അടക്കമുള്ള കാര്യങ്ങൾ ലഭിച്ചു. കാരണം പരാതി നൽകി 1 മാസം തികയും മുൻപ് തന്നെയാണ് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റമെല്ലാം ലഭിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഇടയായ സാഹചര്യങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കപ്പെടുകയാണ്. പരാതി നിലനിൽക്കെ തന്നെ വളരെ രൂക്ഷമായൊരു പരാതി നിലനിൽക്കുന്നു. ഒന്ന്, ലോക്കപ്പിൽ വെച്ച് ഈ രീതിയിൽ അധിക്ഷേപിക്കുക എന്നതിൻ്റെ അടക്കം കാര്യങ്ങൾ. മറ്റൊന്ന്, ഗുരുതരമാണ്, സർവീസിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കൈക്കൂലി വാങ്ങിക്കുവാൻ ഇതിലെ ഒരു ഇടനിലക്കാരനെ, പരാതിക്കാരനെ മറ്റൊരു രീതിയിൽ ഉപയോഗപ്പെടുത്തുക തുടങ്ങിയ ആക്ഷേപങ്ങളെല്ലാം നിലനിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം നിജസ്ഥിതി അന്വേഷിച്ചിട്ടാണോ ഈ രീതിയിലുള്ള സ്ഥാനക്കയറ്റങ്ങളും കാര്യങ്ങളും എല്ലാം വന്നത്, എന്താണ് ഈ ഓഫീസറുടെ ട്രാക്ക് റെക്കോർഡ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഉള്ളൊരു കാര്യങ്ങളിൽ വലിയ ആക്ഷേപം ഈ ഔസേപ്പ് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അന്വേഷിച്ചു വന്നതെല്ലാം തന്നെ പരിശോധിക്കപ്പെടുന്നുണ്ട്. നമുക്ക് മറ്റൊന്നുകൂടി ചേർക്കുന്നത്, ഈ PM രതീഷ് എന്ന് പറയുന്ന ഇപ്പോൾ CA ആയിരിക്കുന്ന ആൾ കടവന്ത്ര സ്റ്റേഷനിലാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നലെ വരെ ലീവായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ആ അവധി ഒന്നുകൂടി ദീർഘിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിനോടൊപ്പം ചേർക്കാവുന്ന ഏറ്റവും പുതിയൊരു കാര്യം കൂടി. അശ്വതി. ശരി, ഡാനി പോളാണ് വിശദവിവരങ്ങൾ നൽകിയത്.